2011 മുതൽ പാലക്കാട് നിയമസഭാ മണ്ഡലം കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയാണ്. 2011 CPM-ന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത ഷാഫി പറമ്പിൽ തുടർച്ചയായി 3 തവണ വിജയിച്ചു. 2024 ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം ജയിച്ചത് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ. എന്നാൽ പിന്നീട് രാഹുൽ പീഡനക്കേസിൽപ്പെട്ട് ജയിലിലായി പാർട്ടിയിൽ നിന്ന് പുറത്തായി. അതോടെ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രംഗത്തിറക്കിയത് രമേഷ് പിഷാരടിയെ. 13,000-ൽ പരം വോട്ടുകൾക്കാണ് പിഷാരടി BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ തോൽപ്പിച്ചത്. 2016 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ CPM ഇവിടെ ദയനീയമായ 3ാം സ്ഥാനത്താണ്. എന്തായാലും പിഷാരടി കഴിഞ്ഞ ദിവസം മണ്ഡലത്തിലെ തന്റെ MLA ഓഫീസ് തുറന്നു. പാലക്കാട് MP VK ശ്രീകണ്ഠനാണ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. ആഘോഷപൂർവ്വമായിരുന്നു ഓഫീസ് ഉദ്ഘാടനം. പാലക്കാട് ചിറ്റൂർ റോഡിൽ മണപ്പള്ളിക്കാവ് ദുർഗാനഗർ സ്ട്രീറ്റ് 1-ന്റെ തുടക്കത്തിലാണ് MLAയുടെ ഓഫീസ്. 111 ദിവസങ്ങൾ കൊണ്ട് 111 വികസന പദ്ധതികൾ പൂർത്തിയാക്കുമെന്ന വമ്പൻ പ്രഖ്യാപനത്തോടെയാണ് MLA ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മുൻ MLAമാർ തുടങ്ങിവെച്ചതും പുതുതായി തുടങ്ങുന്നതും സാങ്കേതികത്വത്തിൽ കിടക്കുന്നതും ഉൾപ്പെടെയാണ് ഈ പദ്ധതികൾ. പിരായിരി പഞ്ചായത്തിലെ മെട്രോ നഗറിൽ കുടിവെള്ളം എത്തിക്കാൻ 5 ലക്ഷം രൂപ പിഷാരടി ഉടനടി പ്രഖ്യാപിച്ചു. പ്രദേശവാസികൾ നേരിടുന്ന കടുത്ത കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുകയാണ് ലക്ഷ്യം. നെല്ല് സംഭരണത്തിനുള്ള തുടർ പ്രവൃത്തികൾ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ തുടർ നടപടികൾ, മണ്ഡലത്തിൽ ജനസമ്പർക്ക പരിപാടി, ടൗൺ സിറ്റി ബസ് സർവീസ് എന്നിവ ഉൾപ്പെടെയാണ് 111 പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ MLAമാരും തങ്ങളുടെ മണ്ഡലങ്ങളിൽ ഓഫീസ് തുറന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ ഒരു MLAക്ക് മാത്രം അതിന് കഴിയാത്ത സാഹചര്യമാണ്. പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണനാണ് ഈ പ്രതിസന്ധി. അതിന്റെ കാരണം CPM-ന്റെ കോട്ടയിൽ അവരെ തോൽപ്പിച്ച് MLA ആയതുതന്നെ. തനിക്ക് മണ്ഡലത്തിൽ ഒരിടത്തും ഓഫീസ് തുറക്കാൻ സാധിക്കുന്നില്ലെന്നാണ് കുഞ്ഞികൃഷ്ണൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. CPM കുഞ്ഞികൃഷ്ണനോട് കാട്ടുന്ന ക്രൂരതയുടെ നേർചിത്രം. പയ്യന്നൂർ മുൻ MLA C കൃഷ്ണൻ 10 വർഷം MLA ഓഫീസ് പ്രവർത്തിപ്പിച്ചത് പയ്യന്നൂർ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിലും TA മധുസൂദനൻ കഴിഞ്ഞ 5 വർഷം ഓഫീസ് പ്രവർത്തിപ്പിച്ചത് പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിലുമായിരുന്നു. ഇവിടെ 2ഇടത്തും ഓഫീസിന് സ്ഥലം ആവശ്യപ്പെട്ട് കത്ത് നൽകി. പക്ഷേ CPM ഭരണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങൾ ആവശ്യം അംഗീകരിച്ചില്ല. മറ്റു പലയിടങ്ങളിലും ഓഫീസ് സ്ഥലം കണ്ടെത്താൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം CPM മുടക്കുകയാണ്. സ്ഥലം നൽകാൻ തയ്യാറാകുന്നവരെ CPM ഭീഷണിപ്പെടുത്തി പിന്മാറ്റുന്നു. അങ്ങനെ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്ന പോലെയാണ് CPM-ന്റെ നടപടി. നേരത്തെ കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തും ഇതേപോലെ പല പ്രതിസന്ധികളും നേരിട്ടിരുന്നു. ചുമരെഴുത്തിന് CPM സമ്മതിച്ചില്ല. ചുമരെഴുതിയ മതിൽ ഇടിച്ചു കളഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് സ്ഥലം നൽകിയയാളെ ഭീഷണിപ്പെടുത്തി പിന്മാറ്റി. എന്നാൽ ആ നീക്കങ്ങളെല്ലാം അതിജീവിച്ചാണ് മണ്ഡല രൂപീകരണത്തിന് ശേഷം CPM മാത്രം ജയിച്ചിട്ടുള്ള പയ്യന്നൂരിൽ പാർട്ടി പുറത്താക്കിയ കുഞ്ഞികൃഷ്ണൻ എന്ന സഖാവ് സ്വതന്ത്രനായി മത്സരിച്ചവരെ മലർത്തിയടിച്ചത്. അതിലുള്ള അമർഷം ഇനിയും CPM-ന് അടങ്ങിയിട്ടില്ല എന്നതാണ് അവരുടെ ഇത്തരത്തിലുള്ള അസഹിഷ്ണുതയിൽ നിന്ന് വായിച്ചെടുക്കാവുന്നത്. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും തോൽവിക്ക് കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയാണെന്ന് പാർട്ടി തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അതായത് 2ഇടത്തും വിമതരായി മാറിയ TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ഉയർത്തിയിരുന്ന കാര്യങ്ങൾ ശരിയെന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വം തന്നെ തുറന്ന് സമ്മതിക്കൽ. എന്നിട്ടും പക്ഷേ പയ്യന്നൂരിലെ സഖാക്കൾ ഒന്നും പഠിക്കില്ലെന്നും മാറില്ലെന്നുമുള്ള പിടിവാശിയിലാണ്. ഒരു ജനപ്രതിനിധിക്ക് തന്റെ മണ്ഡലത്തിൽ ഒരു ഓഫീസ് തുറക്കാൻ കഴിയുന്നില്ലെന്നത് കേരളം പോലൊരു സംസ്ഥാനത്ത് നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. അതിൽ UDF സർക്കാർ ഇടപെടേണ്ടതുണ്ട്. കാരണം UDF-നെ പിന്തുണയ്ക്കുന്ന MLA-യാണ് ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ. ഇനി അങ്ങനെ അല്ലെങ്കിൽ കൂടിയും ഇത്തരം കാടത്തങ്ങൾക്കും അനീതിക്കുമെതിരെ ശബ്ദമുയർത്തേണ്ട ഉത്തരവാദിത്തം UDF നിർവഹിക്കേണ്ടതാണ്.